GSTയിൽ വൻ തട്ടിപ്പ് നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 1100 കോടി രൂപയുടെ ഇടപാട് വ്യാജ പേരിൽ നടത്തി. ഇതിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടമായത് 200 കോടി രൂപയാണ്. പൂനെയിലെ GST ഇന്റലിജൻസ് കണ്ടുപിടിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഒരു വിഭാഗം GST ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. 2024-25 സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത്. 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസ് ആണ്, GST ഇന്റലിജൻസ് ആണ്. ഫെബ്രുവരി 2025 പൂന GST ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ്. ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ്. അതുകൊണ്ടൊരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. MG പ്രദേശ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രദേശ്, ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപമാണ്, ആരോപണമാണ് സർക്കാരിന് മേൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. ഒന്ന്, ഖജനാവിന് സംഭവിച്ച നഷ്ടം, അത് വെറുതെ വന്ന നഷ്ടമല്ല, ഉദ്യോഗസ്ഥർക്കടക്കം ആ തട്ടിപ്പിൽ റോളുണ്ട് എന്നുള്ളതും CBI അന്വേഷണം ഇതിൽ വേണം എന്നുള്ള ആവശ്യവുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന. വിവരങ്ങൾ എന്താണ് MG പ്രദേശ്? അർജിത്ത്, GSTയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഉന്നയിച്ചത്. വ്യാജ പേരുകളിൽ 1100 കോടിയുടെ ഇടപാടുകൾ നടന്നു എന്നതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പൂനെ GST ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഈ ക്രമക്കേടിൽ മാത്രം ഏകദേശം 200 കോടിയോളം രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിന് ഉണ്ടായിട്ടുള്ളത്. ഈ വ്യാജ പേരുകൾ അല്ലെങ്കിൽ ഈ ഇടപാടുകൾ റദ്ദാക്കുക എന്നുള്ള ആ ഒരു നടപടി ഒഴികെ മറ്റ് തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല. നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവർക്ക് നിയമസംരക്ഷണം നൽകുകയോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ ഇരകളെ ബോധിപ്പിക്കാനുള്ള നടപടികളോ ഒന്നും തന്നെ GST വകുപ്പോ സർക്കാരോ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. CBI പോലുള്ള ഏജൻസി ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ ഈ GST വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.